വെൽക്കം ടു വൺസ് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 1 എന്ന സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത്. സോ അതിന്റെ മോഡൽ 2ന്റെ ഒരു ടോപ്പിക്കുമായിട്ടാണ് നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. പർട്ടിക്കുലർ ഇന്റഗ്രൽസ് വരുന്നത് ഏതെല്ലാം ടൈപ്പിലാണ്, എങ്ങനെയൊക്കെ വരാം, ഓക്കെ, അങ്ങനെയുള്ള ഒരു സെഷനാണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ പർട്ടിക്കുലർ ഇന്റഗ്രൽസ് ഓഫ് ടൈപ്പ്, പല ടൈപ്പിലുള്ള പർട്ടിക്കുലർ ഇന്റഗ്രൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ടൈപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇ റൈസ് ടു ഫംഗ്ഷൻ. ഓക്കെ, എന്താണ് പർട്ടിക്കുലർ ഇന്റഗ്രൽ, എങ്ങനെയാണ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ഉണ്ടാകുന്നത്? ഓക്കെ, പർട്ടിക്കുലർ ഇന്റഗ്രൽ ഉണ്ടാകുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു സം ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പർട്ടിക്കുലർ ഇന്റഗ്രൽ ഉണ്ടാവില്ല. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു സം ഫംഗ്ഷൻ, അത് ഏത് ടൈപ്പ് ഫംഗ്ഷനും വേണമെങ്കിലും ആവാം. അങ്ങനെയുള്ള കുറച്ച് സെവറൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് നമുക്ക് ഇവിടെ ഈ സബ്ജക്റ്റിൽ പഠിക്കാനുണ്ട്. ഓക്കെ, കുറച്ച് സെവറൽ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിൽ ഒരു ടൈപ്പ് ഫംഗ്ഷൻ ആണ് ഇ റൈസ് ടു ax, ഇ റൈസ് ടു 2x, 3x, ഇ റൈസ് ടു -x, അങ്ങനെയൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ഫംഗ്ഷനിൽ ഏത് രീതിയിലാണ് നമ്മൾ അതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണുന്നത് എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ നോക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം, നേരെ പ്രോബ്ലത്തിലേക്ക് കടക്കാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നു, സോൾവ് d² + 5d + 6 ഓഫ് y ഈക്വൽ ടു ഇ റൈസ് ടു 2x. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു സം ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഏതെല്ലാം സൊല്യൂഷൻ ഉണ്ടാകും? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഉണ്ടാകും, ആൾസോ എന്ത് സൊല്യൂഷൻ ഉണ്ടാകും? പർട്ടിക്കുലർ ഇന്റഗ്രലും ഉണ്ടാകും. കോംപ്ലിമെന്ററി ഫംഗ്ഷനും ഉണ്ടാകും, ആൾസോ പർട്ടിക്കുലർ ഇന്റഗ്രലും ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഈക്വൽ ടു സം ഫംഗ്ഷൻ, എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ CF ഉണ്ട്, ആൾസോ PI ഉണ്ട്, കോംപ്ലിമെന്ററി ഫംഗ്ഷനും ഉണ്ട്, നമുക്ക് എന്തുണ്ട്? പർട്ടിക്കുലർ ഇന്റഗ്രലും ഉണ്ട്. ഓക്കെ, നമുക്കത് മനസ്സിലായ കാര്യമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് രണ്ടും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇത് രണ്ടും കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. സോ അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിന് ആദ്യം എന്ത് കാണണം? CF കാണാനായിട്ട് ആദ്യം ശ്രമിക്കുക. CF കാണാനായിട്ട് ഇത്രയും പാർട്ട് മാത്രം നമുക്ക് മതി. ഓക്കെ, അത്രയും പാർട്ട് മതി എന്ന് പറയുമ്പോൾ അവിടെ ഡിക്ക് പകരം എന്ത് കൊടുക്കുക? M കൊടുക്കുക. സോ m² + 5m + 6 ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഇപ്പോ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു ടേം എന്താ, ഇതിനെ പറയുന്നതാണ് ഓക്സിലറി ഇക്വേഷൻ. ഓക്കെ, അതായത് CF കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡിക്ക് പകരം M സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. അതിനെ എന്ത് ചെയ്യണം? ഞാൻ സോൾവ് ചെയ്യണം. അതിനെ സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സം 5ഉം പ്രോഡക്റ്റ് 6ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്? m + 2 into m + 3 is equal to 0. m + 2 into m + 3 is equal to 0. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ m ഈക്വൽ ടു -2 and -3. ഓക്കെ, അപ്പോൾ എമ്മിന്റെ വാല്യൂസ് രണ്ടെണ്ണം കിട്ടി. രണ്ട് വാല്യൂസ് നമുക്ക് എന്ത് വാല്യൂസ് ആണ്? രണ്ട് ഡിഫറെന്റ് വാല്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ CF ന്റെ സ്ട്രക്ചർ എന്താണ്? CF is equal to C1 e raised to m1x plus C2 e raised to m2x. C1 e raised to m1x plus C2 e raised to m2x. ഇവിടെ m1 m2 -2 -3 ആണ്. സോ അങ്ങനെയാണെങ്കിൽ CF എന്ന് പറയുന്നത് എന്ത് കിട്ടും? C1 e raised to -2x plus C2 e raised to -3x. ഓക്കെ, C1 e raised to -2x plus C2 e raised to -3x. ഓക്കെ, അത് CF ആയി കഴിഞ്ഞു. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു സം ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ എന്തെല്ലാം സൊല്യൂഷൻസ് ഉണ്ടാകും? CF ഉണ്ടാകും, ആൾസോ എന്തും ഉണ്ടാകും? PI ഉണ്ടാകും. ഞാനിപ്പോ CF കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് എന്ത് വേണം? PI കണ്ടുപിടിക്കണം. ഓക്കെ, PI കണ്ടുപിടിക്കാനാണ് ഇനി പോകുന്നത്. PI is equal to എങ്ങനെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PI, പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഓക്കെ, അത് എല്ലായ്പ്പോഴും എടുക്കേണ്ടത് 1/by എന്ന് പറഞ്ഞിട്ട് ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഡിയുടെ കമ്പോണന്റ് ഒന്നിച്ചെഴുതുക. അതായത് d² + 5d + 6, d² 1/d² + 5d + 6 ഓഫ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്ന ഫംഗ്ഷൻ എന്താണ്? e raised to 2x, e raised to 2x. PI കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ടത് 1/by എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ഡിഫറൻഷ്യലിന്റെ ടേം ഉണ്ടല്ലോ, ഡിയുടെ ടേം ഉണ്ടല്ലോ, അത് ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് എന്താ? റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷൻ e raised to 2x അത് ഇവിടെ എഴുതുക. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ അല്ലേ? നൗ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെല്ലാം ഡി ഉണ്ടോ അവിടെയെല്ലാം ഇവിടത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഡി എവിടെയെല്ലാം ഉണ്ടോ, ഡിയുടെ ടേം വരുന്ന സ്ഥലത്ത് എല്ലായിടത്തും എന്ത് ചെയ്യുക? ഇവിടത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 2 അല്ലേ? സോ അങ്ങനെ വരുന്ന സമയത്ത് ഈക്വൽ ടു 1/d², അതായത് 2² + 5 into d, 5 into 2
പ്ലസ് 6 5 into 2 പ്ലസ് 6 ദെൻ എന്താണ് ഇ റേസ് ടു 2x. ഓക്കെ, ഇ റേസ് ടു 2x. നൗ എന്ത് ചെയ്യണം? 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 4 അല്ലേ? 4 5 into 2 10 ആണ് പ്ലസ് 6 ഇ റേസ് ടു 2x. നൗ 10 പ്ലസ് 4 14 പ്ലസ് 6 എന്ന് പറയുന്നത് 20, അതായത് 1/20 ഇ റേസ് ടു 2x. ഇതാണ് എന്തോന്ന്? പി ഐ അഥവാ പർട്ടിക്കുലർ ഇന്റഗ്രൽ. നേരത്തെ നമ്മൾ സി എഫ് കണ്ടുപിടിച്ചു, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിച്ചു, ഇവിടെ എന്താണ്? പർട്ടിക്കുലർ ഇന്റഗ്രൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓവറോൾ സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു എല്ലായ്പ്പോഴും സി എഫ് പ്ലസ് പി ഐ എന്നായിരിക്കും. അതായത് y ഈസ് ഈക്വൽ ടു സി എഫ് എന്തായിരുന്നു? ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് സി എഫ്? C1 e raised to minus 2x plus C2 e raised to minus 3x. C1 e raised to minus 2x plus C2 e raised to minus x plus പിന്നെ എന്താ വേണ്ടത്? പി ഐ. എന്താണ് പി ഐ? 1/20 e raised to 2x. അത് അതുപോലെ എഴുതുക. 1/20 e raised to 2x. 1/20 e raised to 2x. ജസ്റ്റ് ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഓക്കെ, സിംപ്ലിഫൈ ഒന്നും ചെയ്യാനില്ല. സോ ഇത്രയേ ഉള്ളൂ അവിടുത്തെ സൊല്യൂഷൻ. അപ്പോൾ സി എഫ് കാണുക, പി ഐ കാണുക, രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓവറോൾ സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതുക? സി എഫ് പ്ലസ് പി ഐ എന്ന് എഴുതുക. രണ്ടു കൂടെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പ്ലസ് ചെയ്ത് വെച്ചാൽ മതി. ദാറ്റ്സ് ഓൾ. അപ്പൊ പി ഐ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തത്, സി എഫ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയയാണ്. സി എഫ് കണ്ടുപിടിക്കുക, ഓക്സിലറി ഇക്വേഷൻ എഴുതുക, അതിൽ നിന്ന് സോൾവ് ചെയ്ത് എമ്മിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനകത്ത് എന്ത് ചെയ്യുക? എമ്മിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ പി ഐ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? 1/by എന്ന രീതിയിൽ ആ ഡെറിവേറ്റീവിന്റെ ടേം എഴുതുക, ഇ റേസ് ടു 2x. ആ ഇ റേസ് ടു 2x-ന്റെ 2 എടുത്ത് എവിടെയെല്ലാം ഡി ഉണ്ടോ അവിടെയെല്ലാം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് അവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ ഇപ്പൊ 3x എന്നായിരുന്നെങ്കിൽ 3 വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ അല്ലേ? സോ എന്നിട്ട് എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്ത് വന്നു. അപ്പോൾ എന്ത് കിട്ടി? പി ഐ കിട്ടി. രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് സോൾവ് ഡി സ്ക്വയർ മൈനസ് 4d പ്ലസ് 4 ഓഫ് y ഈക്വൽ ടു ഇ റേസ് ടു 2x. ഇവിടെ എന്ത് വേണം? റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് മനസ്സിലായി? കോംപ്ലിമെന്ററി ഫംഗ്ഷനും ഉണ്ട്, ആൾസോ എന്ത് സൊല്യൂഷനും ഉണ്ട്? പർട്ടിക്കുലർ ഇന്റഗ്രലും ഉണ്ട്. സോ ആ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് ഞാൻ ആദ്യം ശ്രമിക്കുന്നത്. സോ നോക്കാം, എന്താണ് സി എഫ്? സി എഫ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ഓക്സിലറി ഇക്വേഷൻ എന്താണ്? എം സ്ക്വയർ മൈനസ് 4m പ്ലസ് 4 ഈക്വൽ ടു 0. എം സ്ക്വയർ മൈനസ് 4m പ്ലസ് 4 ഈക്വൽ ടു 0. പിന്നെ സോൾവ് ചെയ്യുന്ന സമയത്ത് എം മൈനസ് 2 ഇൻറ്റു എം മൈനസ് 2 ഈക്വൽ ടു 0. അതായത് എം ഈക്വൽ ടു 2,2. ഓക്കെ, എമ്മിന് സെയിം വാല്യൂ കിട്ടി. സെയിം വാല്യൂ വന്നു കഴിഞ്ഞാൽ സി എഫിന്റെ സ്ട്രക്ചർ എന്താണ്? സി എഫ് ഇസ് ഈക്വൽ ടു C1 പ്ലസ് C2x ഇൻറ്റു ഇ റേസ് ടു എം എക്സ്. C1 പ്ലസ് C2x ഇൻറ്റു ഇ റേസ് ടു എം എക്സ്. അങ്ങനെയാണെങ്കിൽ എമ്മിന്റെ വാല്യൂ എന്താണ്? 2 അല്ലേ? സോ C1 പ്ലസ് C2x ഇൻറ്റു ഇ റേസ് ടു 2x. ഓക്കെ, അത് മനസ്സിലായി. ഓക്കെ, സി എഫ് കഴിഞ്ഞു. ഇനി എന്ത് വേണം? പി ഐ വേണം. സോ പി ഐ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. പി ഐ ഇസ് ഈക്വൽ ടു 1/d സ്ക്വയർ മൈനസ് 4d പ്ലസ് 4 ഓഫ് ഇ റേസ് ടു 2x. ഓക്കെ അല്ലേ? നൗ എന്ത് ചെയ്യണം? ഡിക്ക് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തുകൊണ്ട് 2? ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 2 അല്ലേ? സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 1/2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 പ്ലസ് 4 ഇ റേസ് ടു 2x. അങ്ങനെയാണെങ്കിൽ 1/2 സ്ക്വയർ എന്താണ്? 4. 4 ഇൻറ്റു 2 8 പ്ലസ് 4 ഇ റേസ് ടു 2x. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 4 മൈനസ് 8 ആഡ് ചെയ്യുക. 4 മൈനസ് 8 മൈനസ് 4. മൈനസ് 4 പ്ലസ് 4 എന്ന് പറയുന്നത് 0. അതായത് ആൻസർ എന്ത് വരും? 1/0 എന്ന് വരും. ഇങ്ങനെ വരാൻ പാടില്ല. കാരണം 1/0 എക്സിസ്റ്റിംഗ് ആണോ? അല്ല, 1/0 എക്സിസ്റ്റിംഗ് അല്ല. സോ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് വേറെ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്? പി ഐ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഐ ആദ്യം എഴുതിയതുപോലെ പഴയതുപോലെ എഴുതുക. പി ഐ ഇസ് ഈക്വൽ ടു 1/d സ്ക്വയർ മൈനസ് 4d പ്ലസ് 4 ഇ റേസ് ടു 2x. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 2 കൊടുത്ത സമയത്ത് എന്ത് സംഭവിച്ചു? ഡിനോമിനേറ്റർ 0 ആയിപ്പോയി. അങ്ങനത്തെ കേസിൽ നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിനെ 1 അല്ലേ, അവിടെ ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്ററിനെ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ജസ്റ്റ് എക്സ് എന്നിടുക. ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിനെ ഡി സ്ക്വയർ മൈനസ് 4d പ്ലസ് 4 ആ ടേമിനെ വിത്ത് റെസ്പെക്ട് ടു ഡിക്ക് ഡെറിവേറ്റീവ് എടുക്കുക. ആ ടേമിനെ വിത്ത് റെസ്പെക്ട് ടു ഡിക്ക് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ഡിക്ക് എടുക്കുമ്പോൾ ഡി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2d. 4d യുടെ ഡെറിവേറ്റീവ് എന്ത് വരും? 4.
ഡിയുടെ ഡെറിവേറ്റീവ് 1 ആയി മാറും. വിത്ത് റെസ്പെക്ട് ടു ഡിക്ക് ആണ് കേട്ടോ. അപ്പോൾ 4ഡിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? ഡിയുടെ ഡെറിവേറ്റീവ് 1 ആയി മാറും. മറ്റേത് എന്തായി കിട്ടും? 4. 2d മൈനസ് 4 e⁻²x. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് പഴയതുപോലെ ഡിയുടെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിയുടെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? 2 × 2 എന്ത് സംഭവിക്കും? 4 അല്ലേ? 4 - 4 എന്തായി മാറും? 0 അല്ലേ? അപ്പൊ വീണ്ടും ഡിനോമിനേറ്റർ എന്തായി മാറുന്നു? 0 ആയി മാറുന്നു. അങ്ങനെ വരുന്ന കേസ് ആണെങ്കിൽ നമ്മൾ ഇതിനെ ഒന്നുകൂടെ എക്സ് കൊണ്ട് മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് പറ്റും? x² എന്നാകും. ന്യൂമറേറ്ററിനെ വീണ്ടും ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിനെ ഒരു തവണ കൂടെ വിത്ത് റെസ്പെക്ട് ടു ഡിക്ക് ഡെറിവേറ്റീവ് എടുക്കുക. 1 ടൈം മോർ. അപ്പൊ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 2ഡിയുടെ ഡെറിവേറ്റീവ് എന്താണ്? 2. 4 എന്ന് പറയുന്നത് എന്താണ്? ഫുൾ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ x² ഡിവൈഡഡ് ബൈ 2 e⁻²x. ഇനി നമുക്ക് ഡി ഉണ്ടോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ? ഡിയുടെ ടേമേ ഇല്ല. സോ ഇത് തന്നെയാണ് അതിന്റെ PI അഥവാ പർട്ടിക്കുലർ. ഇത് എപ്പോ യൂസ് ചെയ്യേണ്ടതാണ്? 1 എന്ന് പറഞ്ഞെടുക്കുന്ന സമയത്ത് അവിടെ ഡിനോമിനേറ്റർ കമ്പോണന്റ് 0 ആകുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യേണ്ട രീതിയാണ് ഈ രീതി. ഓക്കെ അല്ലേ? അപ്പൊ PI കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓവറോൾ സൊല്യൂഷൻ Y എന്ന് പറയുന്നത് എന്താണ്? CF പ്ലസ് PI. അങ്ങനെയാണെങ്കിൽ CF എന്തായിരുന്നു? CF ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദിസ് വൺ C1 പ്ലസ് C2x ഇൻറ്റു e⁻²x. C1 പ്ലസ് C2x ഇൻറ്റു e⁻²x പ്ലസ് PI. എന്താണ് PI? PI എന്ന് പറയുന്നത് x² ഡിവൈഡഡ് ബൈ 2 e⁻²x. x² ഡിവൈഡഡ് ബൈ 2 e⁻²x. ഇതാണ് എന്ത്? ഓവറോൾ സൊല്യൂഷൻ. ഓക്കെ അല്ലേ? സോ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്ത കാര്യം എന്താണ്? CF പഴയതുപോലെ തന്നെ കണ്ടുപിടിച്ചു. PI ചെയ്ത സമയത്ത് 1 എന്ന് പറഞ്ഞ് 1/0 എന്ന രീതിയിലായി മാറുകയാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ എന്ത് ചെയ്തു? ഒന്നുകൂടെ ആ ടേം എടുത്ത് എഴുതിയതിനു ശേഷം ന്യൂമറേറ്ററിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്ററിനെ വിത്ത് റെസ്പെക്ട് ടു ഡിക്ക് ഡെറിവേറ്റീവ് എടുത്തു. എന്നിട്ട് ഞാൻ വീണ്ടും ഡിക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയപ്പോൾ വീണ്ടും ഡിനോമിനേറ്റർ എന്തായി മാറുന്നു? 0 ആയി മാറുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഒരു തവണ കൂടെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വീണ്ടും ഡിനോമിനേറ്ററിനെ ഒരു തവണ കൂടെ വിത്ത് റെസ്പെക്ട് ടു ഡിക്ക് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്കത് ഓക്കെ ആയി കിട്ടി. പിന്നെ ഡി എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല. സോ അത് തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. x² ഡിവൈഡഡ് ബൈ 2 e⁻²x. ഓക്കെ അല്ലേ? സോ PI കിട്ടി. രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? സോ നമ്മളിവിടെ പഠിച്ചത് ഒരു പർട്ടിക്കുലർ ഇന്റഗ്രൽ ടൈപ്പ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ഫംഗ്ഷൻ ആയി വരുന്ന കേസുകളാണ് നമ്മൾ പറഞ്ഞത്. e⁻x അല്ലെങ്കിൽ e⁻ax എന്ന് പറയുന്ന ടൈപ്പ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. PI കണ്ടുപിടിക്കുന്ന സമയത്ത് ഡിയുടെ പ്ലേസിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ആ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കി അതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്തു. പിന്നെ ചില കേസുകളിൽ ഡിനോമിനേറ്റർ 0 വരാം. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡിക്ക് ഡെറിവേറ്റീവ് എടുത്തു. ന്യൂമറേറ്ററിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നു. ആ രീതിയിലുള്ള ടൈപ്പാണ് നമുക്ക് e⁻ ഫംഗ്ഷൻ വരുന്ന സമയത്ത് പർട്ടിക്കുലർ ഇന്റഗ്രൽ ചെയ്യേണ്ട രീതി. ഓക്കെ, ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ സെഷൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.